ഇതിന്റെ പേര് ജാമിഉ കറാമാത്തിൽ ഔലിയാ. ഔലിയാക്കന്മാരുടെ കറാമത്തുകളുടെ ശേഖരം. 1000 ചില്ലാന ഔലിയാക്കന്മാരുടെ കറാമത്തുണ്ട് ഇതിൽ. ഇത് 2 വോള്യം. ഇതിൽ നിന്ന് ഒരു ഭാഗം സുഹൃത്തുക്കളെ, ഞാൻ അതിന്റെ അറബി ഭാഗം ഒന്ന് വായിക്കാം. എന്താ കറാമത്ത് എന്നറിയോ? ഒരു ശൈഖിന്റെ കറാമത്ത് പറയാണ്. എനിക്കത് വായിക്കാൻ വിഷമുണ്ട്. നിങ്ങളോട് എല്ലാവരോടും ക്ഷമ ചോദിച്ചിട്ട് ഞാനൊന്ന് വായിക്കാം. പിന്നെയും പറയണം, കാരണം ഞാൻ ആദരിക്കുന്ന ഒരുപാട് കാരണന്മാരും പല ആൾക്കാരും ഈ മജ്‌ലിസിലുണ്ട്. എന്നാലും ഇതൊന്ന് പറയണം. എന്താണെന്നറിയോ, ഇവര് പലപ്പോഴും ഈ മുജാഹിദീങ്ങൾ കള്ളം പറയണ ഇങ്ങനെ പറയുമ്പോ രേഖാമൂല കിതാബിനെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന അത് കാണിക്കാൻ വേണ്ടി എന്നെ കൊണ്ടുവന്നത്. അപ്പൊ ഈ ജാമിഉ കറാമത്തിൽ ഒരു എഴുതിയതാരാ? അൽ ഖാദി അശ്ശൈഖ് യൂസുഫ് ബിൻ ഇസ്മാഈൽ അൻ-നബ്ഹാനി. വലിയ ശൈഖാണ്, മുജാഹിദിന്റെ കണ്ട കോടാലിയാണ്, ഇവരുടെ പതാക വാഹകനാണ്, വലിയ ഖാദിയാണ് നബ്ഹാനി. ഒരു ഔലിയന്റെ കറാമത്ത് പറയുന്നത് കേട്ടോളീൻ. വമിൻ കറാമാതിഹി റളിയല്ലാഹു അൻഹു. ഒരു ശൈഖിന്റെ പോരിശ പറയാണ്. എന്താ ശൈഖിന്റെ പോരിശ? കേട്ടോളീൻ. ഒരു ശൈഖും, ഞാൻ അതിന്റെ മലയാളം പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കാം. ഇത് കുറച്ചിങ്ങനെ കൂടുതൽ വായിക്കുമ്പോൾ നേരം പോകും. ഒരു ശൈഖും അയാളുടെ മുരീദും കൂടിയും ബാത്റൂമിൽ കയറി. ബാത്റൂമിലേക്ക് കയറിയപ്പോ ഈ ശൈഖിന് മുരീദിനോട് എന്തിനോ ദേഷ്യം പിടിച്ചു. ശൈഖിന് മുരീദിനോട് ദേഷ്യം പിടിച്ചപ്പോ ഈ ശൈഖിന് മുരീദിനെ ഒന്ന് അടിക്കണം. വടി തെരഞ്ഞിട്ട് കാണാനില്ല. ഇനിയിപ്പോ എന്താ വടി? ഞാൻ അതിന്റെ ബാക്കി അറബി വായിക്കാം. فاخذ الشيخ يحليل نفسه بيديه الاثنتين من تحت إزاره. എന്നാ ഞാൻ പറയില്ല, നിങ്ങളൊക്കെ ചിരിക്കുന്നുണ്ട്. മൂപ്പര് തുണിന്റെ ഉള്ളിൽ നിന്ന് അലിഫ് ഇങ്ങോട്ട് ഉയർത്തിയെന്നാ. അതിങ്ങോട്ട് ഉയർത്തിയെന്ന് മാത്രല്ല, ഫതാല തൂലൻ അജീബാ. അത് വമ്പൻ നീളായി. നീളം വെച്ചിട്ട് ബിഹൈസു അന്നഹു റഫഅഹു അലാ കതിഫിഹി. ചുമല് വരെ നീണ്ടു. ഒറ്റ അടിയാ. വസാറ, അയാൾ അടിക്കാൻ തുടങ്ങി ശിഷ്യനെ. ശിഷ്യനാവട്ടെ വൽ ഖാദിമു യസ്റഖു മിൻ ശിദ്ദത്തിൽ അലമി. വേദന സഹിക്കാഞ്ഞിട്ട് കടന്ന് പൊളയാണ്. വമ്പൻ അടിയല്ലേ. അടി അങ്ങ് പൊട്ടിയപ്പോ ഫഅല ദാലിക മർറാത്തിൻ, പലതവണ അടിച്ചു. പിന്നെ മൂപ്പര് എന്ത് ചെയ്തു? അടി നിർത്തിയപ്പോ അടുത്ത കറാമത്ത് വആദ യഹ്ലീലുഹു ഇലാ മാ കാന അലൈഹി അവല. പഴയ മോഡലിലേക്ക് പോയി. വടി പഴയ മോഡലിലേക്കായി. തീർന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോ വേറൊരാൾ പറഞ്ഞു, ഞാൻ അങ്ങനൊന്നും ചെയ്തില്ലല്ലോ, ഇച്ച് വെറുതെ വിചാരിക്കൂ, എനിക്ക് അങ്ങനെ ഒരു സംഗതിയല്ല എന്ന് പറഞ്ഞിട്ട് വേറൊരുത്തന്റെ കൈ പിടിച്ചിട്ട് മൂപ്പർ അവിടെ അങ്ങനെ തടവിപ്പിച്ചു. നോക്കടാ, എനിക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ? നോക്കുമ്പോ എന്താണെന്നറിയോ, അതിന്റെ കുറ്റിയും കൂടി ഇല്ല. കാറാമത്തെ സുഹൃത്തുക്കളെ, എന്നോട് ക്ഷമിക്കുക, ഞാൻ അറബിയൊന്നും വായിക്കില്ല, ഇങ്ങനെ കാണുന്നുണ്ടായി. ആയുസൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ മൗലവിമാര് വരട്ടെ, നിഷേധിക്കട്ടെ. നിങ്ങളെ കിതാബല്ലത്. ഞാൻ പറയുന്നത് വളരെ വിനയത്തോടുകൂടെ പറയുന്നത്, ഈ പേരോട് സാഹിബ് അടക്കമുള്ള മുസ്ലിയാക്കന്മാരോട് പറയാണ്, നമുക്ക് ഈ ജാമിഉ കറാമത്തുൽ ഔലിയ ഇരുന്നിട്ടൊന്ന് ഒരുമിച്ച് വായിക്കാം. ഞാനിങ്ങനെ വായിക്കാം, അർത്ഥങ്ങൾ പറഞ്ഞാൽ മതി. കാരണം ഇതുമായിട്ട് അർത്ഥം പറയാൻ എന്റെ നാവ് കൊള്ളൂല. നിങ്ങൾക്ക് പിന്നെ അത് പറയല് വലിയ ഉഷാറാണല്ലോ. ഇപ്പൊ എനിക്ക് മുജാഹിദിന്റെ പള്ളിയും മുജാഹിദിന്റെ പെണ്ണുങ്ങളെക്കാണ് പറയുമ്പോ ഒരു 100 നാവാ. അപ്പൊ മൂപ്പരിക്ക് അർത്ഥം പറയാൻ നല്ല ഉഷാറുണ്ടാവും. ഇതിൽ അങ്ങനെ കുറെ ഉണ്ട്, പലതും ഉണ്ട്. ഒന്ന് ഒരുമിച്ചിരുന്നൊന്ന് വായിക്കാം. എന്താ രസമുള്ള കറാമത്തുകൾ ഇതൊക്കെ സുഹൃത്തുക്കളെ. ഇവര് ഔലിയാക്കന്മാരെ മോശാക്കാൻ കൊണ്ടുവന്നല്ലേ? ഇത്തരത്തിലുള്ള കള്ള കറാമത്തുകളാ പ്രചരിപ്പിക്കുന്നത്. നിങ്ങളുടെ പതാക വാഹകനായ യൂസുഫ് നബ്ഹാനി എഴുതിയ കിതാബാണ്. നിഷേധിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? ജാമിഉ കറാമാത്തുൽ ഔലിയ എന്ന കിതാബ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പരിശോധിച്ചിട്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. നിങ്ങളത് അംഗീകരിക്കോ? എത്ര പണ്ഡിതന്മാരായ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. ഒരുപാട് കിതാബുകൾ മാത്രം മൂപ്പർ ഇത് തെരഞ്ഞെടുത്തത് അതിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. എത്ര കിതാബ് എന്നാ തെരഞ്ഞെടുത്തത്? നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ഔലിയാക്കന്മാരെ കോലാണിത്. ഇത് മുജാഹിദുകൾ അംഗീകരിക്കുന്നില്ല. ഇങ്ങനൊരു കറാമത്ത് മുജാഹിദുകൾ അംഗീകരിക്കുന്നില്ല. നിങ്ങൾ അംഗീകരിച്ചോ? വേണമെങ്കിൽ നിങ്ങൾ പ്രാക്ടിക്കലാക്കിക്കോ.
വേണേ നിങ്ങൾ പ്രാക്ടിക്കൽ ആക്കിക്കോ, ഞാൻ കയ്യിൽ പറ്റൂല. ഈ രൂപത്തിലുള്ള കറാമത്ത്. എന്നിട്ട് ഇത്തരത്തിലുള്ള കുറെ പടപ്പുകള് ഈ തോന്നിയാസം ചെയ്തിരുന്ന ആൾക്കാർ ഇവരൊക്കെ പല കറാമത്തുണ്ട്. ഇതിൽ തന്നെ ഉണ്ട് സുഹൃത്തുക്കളെ. ഒന്നും കൂടി സാമ്പിളിന് പറയാം, അത് പിന്നെ കുഴപ്പമില്ല. ഇവല ഒരു ഔലിയുടെ വലിയ കാര്യം എന്താ? മിമ്പർമേൽക്കാണ് കയറിയാൽ മൂപ്പര് തുണിയാണ്ടയച്ചിടും. മിമ്പറിൽക്കാണ് കയറിയാല് തുണിയാണ്ടയച്ചിടും. പേരെന്നെ ഉരിയാൻ തങ്ങൾ. ഉരിയാൻ എന്ന് പറഞ്ഞാൽ ഉരീനാളി, ഉരിയാൻ തങ്ങള. പിന്നെ മൂപ്പർ എന്തൊക്കെ ചെയ്യാൻ ഞാൻ അപ്പൊ പറയില്ല, വേണ്ടിയെന്ന് ഇൻഷാ അല്ലാഹ് പിന്നെ പറയാ. മിമ്പർമെന്നേ ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഈ കിതാബിലുണ്ട്, നിങ്ങൾക്കില്ല എന്ന് പറയാൻ പറ്റുമോ? പറയാൻ സാധിക്കുമോ നിങ്ങൾക്ക്? നിങ്ങൾ ഈ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ എത്ര കാലമായി പറ്റിച്ചെടുക്കണം? ഞങ്ങൾ ഔലിയാക്കന്മാരാളാണ്, ഞങ്ങൾക്ക് പരമ്പര ഉണ്ട്.